ഒരാളൊരാൾക്ക് ഫോൺ വിളിച്ചു എന്നിട്ട് കമ്മീഷൻ്റെ അടുത്ത് മാറിക്കാം. എന്നിട്ട് ഫോൺ വിളിച്ച് ഫോണിൽ കൂടെ നമ്മളെ സ്ഥലേ ഒരു 21 സെന്റ് സ്ഥലമുണ്ട്. നമ്മളെ സ്ഥലം ഇങ്ങനെയാണോ ചോദിച്ചു. അതായത് അയാൾ അവിടുന്ന് അത് അങ്ങനെയല്ല ഇങ്ങനെ ആ ശരി 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 استكينة مستكينة عابل قد بلا بسكتار مكتار مخدرة this marriage ولا قبية ولا عند wife party and you guys are enjoying now. അതായത് നമ്മുടെ ഈ കല്യാണങ്ങളൊക്കെ നടക്കുമല്ലോ നാട്ടിലെ, പുതിയ പുതിയ കല്യാണങ്ങൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇറച്ചി വാങ്ങാൻ ഇതിനൊക്കെ നോമ്പ് നോക്കുന്ന സമയത്താണ് അമ്മമാർ വിടാറുള്ളത്. അപ്പോൾ ഈ റേഷൻ പടിയിൽ ഇപ്പോഴത്തെ അരി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് നാളെ സ്കൂളും ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പോൾ ഞാൻ പറയുന്നത് ഈ റേഷൻ പടിയത്തെ ഈ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ ഈ അരി കിട്ടാത്ത പ്രശ്നങ്ങളും ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഒരുപാട് നമ്മൾ ജ്യൂസ് ഒരുപാട് കുടിച്ചു. അപ്പോൾ ഇത്രയും ജ്യൂസുകളും ഈ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ പുര നിറഞ്ഞ് നിൽക്കുന്ന കാലഘട്ടത്തിൽ അപ്പം നാളെ സ്കൂളിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പോകണ്ടേ? പോണം. പക്ഷി വളർത്തുന്ന പരിപാടിയാണ്. അതായത് ഈ പക്ഷികളെ ഒന്നായിട്ട് വളർത്തും. അതായത് അന്നത്തെ കല്യാണത്തിനൊന്നും ശരിക്കും പോത്തിനെ ആടിനെ നടക്കാൻ പറ്റില്ലല്ലോ, പക്ഷിനെ ഇറക്കും. അപ്പോൾ അന്നത്തെ കല്യാണത്തിന് എന്താ വെച്ചാൽ പക്ഷികളെ വളർത്തും. വലിയപ്പ ഇങ്ങനെ തീറ്റ എറിഞ്ഞു കൊടുത്ത് തത്തകളും ഇതെല്ലാം കൂടി ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കും. അതിൽ വെല്ലിപ്പം എന്ത് ചെയ്യും, കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തിൻ്റെ വെല്ലിപ്പം അടിയിൽ വലിയ, കാരണം പക്ഷികളെ കിട്ടണ്ടേ. കാരണം അന്നത്തെ കല്യാണത്തിന് പക്ഷി ബിരിയാണിയാണ്, തത്ത ബിരിയാണി, തത്തമ്മ ബിരിയാണി, പൊന്മാൻ ബിരിയാണി, കാക്ക ബിരിയാണി. ഇപ്പോഴാണ് മൃഗങ്ങളെ പിടിച്ചാൽ സീനില്ല. എന്നിട്ട് എൻ്റെ വെല്ലിപ്പം ചെയ്യും, ഒരു 4:45 പോക്കുണ്ട്. പക്ഷികൾ ഒന്നായിട്ട് കൂട്ടം കൂടി കാക്കിയും പനന്തത്ത നീലപ്പൊന്മാൻ ഇതെല്ലാം കൂടിയാണ് പോകുമ്പോൾ വെല്ലിപ്പ ഭയങ്കര റിസ്ക് ആണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓർത്തു പോയതാ.